നിങ്ങൾ ഈ ചോദിക്കണം, നിങ്ങളുടെ യഥാർത്ഥ ശത്രു. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ശത്രു ദാരിദ്ര്യമോ പരാജയമോ ഭയമോ ഒന്നുമല്ല. അല്ല, നിങ്ങളുടെ യഥാർത്ഥ ശത്രു ഒരേ ഒരു ശത്രു അറിവില്ലായ്മ. ആലോചിച്ചു നോക്കൂ, പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടല്ലേ നമ്മൾ കടത്തിൽ വീഴുന്നത്? ആളുകളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാത്തതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ ചതിക്കപ്പെടുന്നത്? നമ്മുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാത്തതുകൊണ്ടല്ലേ നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? അതാണ് യഥാർത്ഥ പ്രശ്നം. ഇതൊരു പച്ചയായ സത്യമാണ് കേട്ടോ. നമ്മളിൽ ഭൂരിഭാഗം പേരും സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തും അങ്ങോട്ട് നിർത്തും. ആ പഴയ അറിവും വെച്ച് പഴയ ചിന്തകളുമായി അങ്ങ് ജീവിക്കും. പിന്നെ അതിലൊരു മാറ്റം വരുന്നത്? ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങൾ സ്വയം പഠിക്കാൻ തയ്യാറെങ്കിൽ ജീവിതം പഠിപ്പിക്കും, തുറന്ന്. പക്ഷേ അതിന്റെ രീതി കുറച്ച് കഠിനമായിരിക്കും. പശ്ചാത്തലസ്കരിയായിരിക്കും ഇത്തം. ഈ അറിവില്ല പ്രകടിക്കുകയാണെങ്കിൽ അത് നമ്മൾ എല്ലാ ഭാഗത്തും നമുക്കില്ലാവോ. നല്ലൊരു അവസരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ യാചിക്കേണ്ട അവസ്ഥ വരും. ബന്ധങ്ങളിലോ തെറ്റായ ആളുകളെ വിശ്വസിച്ച് അവസാനം വിനിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഒരാൾക്കത്തിന്റെ ഭാഗമായി നമ്മളും ും അല്ലാത്തവരും തമ്മിലും വലിയ വ്യത്യാസം എന്താണെന്നോ അവർ അവസരം എങ്ങനെ ഉപയോഗിക്കണം നോക്കൂ. സാധാരണക്കാർ അവരുടെ വിലപ്പെട്ട മണിക്കൂറുകൾ വെറുതെ വിനോദത്തിന് കളയും. വിജയ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു. നമുക്ക് പരിഹാരം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം, ദിവസേനയുള്ള പഠനത്തിന്റെ ശക്തി. നിങ്ങളുടെ ജീവിതത്തെ പിടിക്കാനുള്ള തക്കമാണ്. പരിഹാരം ഒരു അതിശയിച്ചു പോകും. കാരണം അത്ര ലളിതമാണ്. ദിവസം പഠനം 99% ആളുകളെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ ഈ ഒരു മണിക്കൂർ നിങ്ങളുടെ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്താവും? നിങ്ങളുടെ ആവാസം കൂടും. നിങ്ങളുടെ ജീവിതം കൈയാകും. എന്തു? ആദ്യത്തേത്, സമ്പാദിക്കാൻ പഠിക്കൂ. എന്തുകൊണ്ട്? പഠിക്കുക, എനിക്ക് പണം തരുന്ന കഴിവുകൾ നേടുക, പുതുക്കുക. നമ്മളൊരു മുഷ്ടിച്ചാൽ മാത്രം സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടാൻ പണിക്കുന്നതും ബുദ്ധിപണിക്കുന്നതും വ്യത്യാസം ഇവിടെയാണ് തുടങ്ങുന്നത്. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനും ആളുകളെയും സാഹചര്യങ്ങളെയും ശരിയായി അയച്ചെടുക്കാനും ഇത് നിങ്ങളെ ശരിക്കും സഹായിക്കും. ഇതുതരം ഉള്ള യാത്രയാണ്. കാര്യങ്ങളെ നിയന്ത്രിക്കും. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വളരാതെ നിൽക്കുക. ആ ഒരു ആന്തരിക ശക്തി അത് നേടുക. പഠിതാവിൽ നിന്ന് നേതാവിലേക്ക്. നിങ്ങൾ വെറുമൊരു പഠിതാവ് മാത്രമല്ല, ഒരു നേതാവായി മാറുകയാണ്. നോക്കൂ, ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ആ പഴയ നിങ്ങളായി തുടരാം, അല്ലെങ്കിൽ പഠിച്ച് വളർന്ന് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്ന പുതിയ നിങ്ങളായി മാറാം. പരാതി പറയുന്ന ആളായി ഒതുങ്ങണോ, അതോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആളായി ഉയരണോ? ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ദിവസവും പഠിക്കുന്നത് ഒരു ഹോബിയോ നേരം പോക്കോ അല്ല. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അതൊരു അതിജീവനമാണ്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും പഠിച്ച് വളർന്ന് കൂടുതൽ ശക്തനായിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണോ, അതോ ഇന്നലെ ചെയ്തത് തന്നെ ഇന്നും ഒരു മാറ്റവുമില്ലാതെ ആവർത്തിക്കുന്ന ഒരാളെയാണോ നിങ്ങളുടെ ഭാവി കാണാൻ പോകുന്നത്? ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്.